മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഒഴിയാൻ KPCC ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് റോജി എം ജോണി MLA. രാജിയില്ലാത്ത പക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പാർട്ടി തീരുമാനമെന്നും റോജി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് രാജിവെക്കുമെന്നും പ്രസിഡന്റിന്റെ കാര്യം തനിക്ക് പറയാനാകില്ലെന്നുമായിരുന്നു വിമത നേതാവ് TM ചന്ദ്രന്റെ മറുപടി. ഈ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ച ആളുകൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ വിജയിച്ച ആളുകൾ ആ സ്ഥാനം ഒഴിയണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. അത് നമ്മൾ കൃത്യമായി അവരെ അറിയിച്ചിട്ടുണ്ട്. അവര് ഏതെങ്കിലും തരത്തിൽ അത് ഒഴിയാൻ തയ്യാറാവാത്ത പക്ഷം അവർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തുടർ നടപടികൾ സ്വീകരിക്കുവാനും പാർട്ടി അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. KPCCയുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് പരിശോധിക്കുവാനായിട്ട് KPCC പ്രസിഡന്റ് എന്നോട് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. പ്രസിഡന്റിന്റെ കാര്യം നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പ്രസിഡന്റ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പിന്തുണച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആ പിന്തുണ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രസിഡന്റിന്റെ കാര്യത്തിൽ മറുപടി പറയാൻ കഴിയില്ല. വൈസ് പ്രസിഡന്റ് രാജിവെക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അനുസരിക്കും എന്നാണ് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഞങ്ങളൊരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഒഴിയുകയാണോ? എന്താണ് പ്രശ്നപരിഹാര ഫോർമുല? BJP പിന്തുണയോടുകൂടി നേടിയ പദവികളെല്ലാം രാജിവെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എത്രത്തോളം കോൺഗ്രസിനത് നടത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനത്തുള്ള ആൾ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അയാളെ പറഞ്ഞ് രാജിവെപ്പിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ സ്വതന്ത്ര പിന്തുണച്ചാണ് പ്രസിഡന്റ് ആക്കിയത്. സ്വതന്ത്ര ഇപ്പോൾ പാർട്ടി പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അവർ രാജിവെക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. വൈസ് പ്രസിഡന്റ് തിങ്കളാഴ്ച രാജിവെക്കുമെന്ന് വിമത നേതാവായ ചന്ദ്രൻ അല്പസമയം മുമ്പ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം അവരെ രാജികൂടി സാധ്യമാക്കുക വഴി തെറ്റ് തിരുത്തുകയും ഉടൻ തന്നെ പ്രവർത്തകരെ പതിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. മറ്റത്തൂർ വിഷയത്തിൽ DCCക്ക് തെറ്റുപറ്റി എന്നൊരു വാദം പ്രാദേശിക പ്രവർത്തകർ നേരത്തെയും ഉന്നയിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിലും പരിശോധിക്കുമെന്നുള്ളൊരു ഉറപ്പ് ചർച്ചയിൽ KPCCയിൽ നിന്നും വിമതർക്കും മറ്റും ലഭിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റിനെതിരെ പ്രത്യക്ഷത്തിൽ പരാതിയില്ല എന്നാണ് നേതൃത്വം പറയുന്നതെങ്കിലും DCC പ്രസിഡന്റിനെതിരെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യം ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി ലൈനിനോട് ചേർന്ന് നിൽക്കുക വഴി ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. പക്ഷേ ഇത് ഇനി വൈസ് പ്രസിഡന്റ് രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരും. അതിന് മാസങ്ങൾ എടുക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ വിമതരെ കൂടെ കൂട്ടിക്കൊണ്ട് പ്രശ്നപരിഹാരം താൽക്കാലികമെങ്കിലും സാധ്യമാക്കി മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ശരി നടരാജ്.